Hello everybody, welcome to Magnum Academy. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള 7th യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റിനുള്ളത് സ്ട്രെസ്സും സ്റ്റുഡൻസിൻ്റെ സ്ട്രെസ്സും ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഫുഡ് എങ്ങനെയൊക്കെ ക്രമീകരിക്കണം, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ യൂണിറ്റ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ സ്പെഷ്യലി ഇവിടെ അഡോളസൻസ്, അതായത് കൗമാരക്കാർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ടോപ്പിക്ക്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Before examinations, many students are under tremendous stress. But it is not just the students who are stressed. Teachers and parents too face the same situation. അപ്പോൾ ബിഫോർ എക്സാമിനേഷൻസ്, പരീക്ഷയ്ക്ക് മുന്നേ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ട്രമൻഡസ് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രമൻഡസ് എന്ന് വെച്ചാൽ അതിതീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സ്ട്രെസ്സ് അനുഭവപ്പെടാറുണ്ട് കുട്ടികൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്. സ്റ്റുഡൻസ് മാത്രമല്ല, പകരം ടീച്ചേഴ്സും പേരൻസും സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഫേസ് ദ സെയിം സിറ്റുവേഷൻ എന്ന് പറയുന്നു. കുട്ടികൾ മാത്രമല്ല, ആർക്ക് പരീക്ഷ ഉണ്ടായാലും ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും ആ ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. Why do people get stressed? Adolescents are faced with the demand of their developmental task and that of a complex society. They need to acquire the skill of adjustment to emerge into adulthood unaffected by these demands. If they lack these skills or if too many demands are made on them, they fail. Students are anxious as they are worried about whether they would be able to live up to the expectations of their peers, parents, and teachers. Optimal anxiety motivates and keeps them ahead, while over anxiety is disabling. നമ്മളെല്ലാവരോടും പറയാറുണ്ട്, എന്താണ്, കുട്ടികൾക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷേ അത് ശരിക്കും തെറ്റാണ്. എല്ലാ പ്രായക്കാർക്കും ഓരോ ലെവലിൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഒരു അംഗൻവാടി പഠിക്കുന്ന ഒരു കുട്ടീനെ ആലോചിക്കുകയാണെങ്കിൽ പിറ്റേന്ന് അംഗൻവാടി പോണ്ടേ മടിയുള്ളൊരു കുട്ടിയാണെങ്കിൽ അത് ആ കുട്ടിക്കൊരു സ്ട്രെസ്സാണ്. ഇപ്പോൾ ഒരു 3-ലോ 2-ലോ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ കോപ്പി എഴുതണ്ടേ അല്ലെങ്കിൽ നാളത്തേക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകണ്ടേ, അതൊക്കെ അവരെ സംബന്ധിച്ച് ഓരോ സ്ട്രെസ്സാണ്. അപ്പോൾ പ്രായം കൂടുന്നതിന് സ്ട്രെസ്സ് കൂടുന്നു. പക്ഷേ ഓരോ ഏജുകാരനുസരിച്ച് അവർക്കത് ഏറ്റവും വലിയൊരു സ്ട്രെസ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന അഡോളസൻസ് ഉണ്ട്. അഡോളസൻസ് ഉദ്ദേശിക്കുന്നത് കൗമാരക്കാർ. അപ്പോൾ വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? പീപ്പിൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നത്, എന്താണ് ഈ സ്ട്രെസ്സിനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അഡോളസൻസ് ആർ ഫേസ്ഡ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആൻഡ് ദാറ്റ് ഓഫ് എ കോംപ്ലക്സ് സൊസൈറ്റി. ഈ അഡോളസൻസ്, അതായത് കൗമാരക്കാർക്ക്, അവർ ചെറുതുമല്ല വലുതും അല്ലാത്തൊരവസ്ഥയിലാണ്. അവരെ കുട്ടികളായിട്ടും കാണില്ല, അവരെ വലിയതാളായിട്ടും കാണില്ല. ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കിട്ടാൻ വലിയ കഷ്ടപ്പാടാണ്. അതായത് അവരിപ്പം വലിയ ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് സംസാരിക്കാൻ നിന്ന് അവരോട് വലിയ ആൾക്കാർ പറയും നീ ചെറുതത്രേ. നേരെ മറിച്ച് അവർ ചെറിയ കുട്ടികൾ എന്തെങ്കിലും കളി കളിച്ചാൽ പറയും ചെറിയ കുട്ടികളെ കളി കളിക്കില്ല, വലിയ ആളായി എന്ന് പറയും. അപ്പോൾ അതായത് അവർക്ക് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി, അവർ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഫേസ് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് തന്നെ ഒരുപാട് സ്ട്രെസ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അഡോളസൻസുകാർ അവർ ആ ഒരു ഡെവലപ്മെൻറ്റൽ ആ ഒരു ടൈമിൽ ഒരുപാട് സ്ട്രെസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് സൊസൈറ്റി കാരണം. ദേ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എമേർജ് ഇൻ ടു അഡൽട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദിസ് ഡിമാൻഡ്സ്. അപ്പോൾ അവർ ഈ അഡോളസൻസ് ഏജ് ഗ്രൂപ്പിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള, അഡൽട്ട്ഹുഡ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഈ അഡോളസൻസ് ഗ്രൂപ്പുകാർ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇഫ് ദേ ലാക്ക് ദീസ് സ്കിൽസ് ഓർ ഇഫ് ടു മെനി ഡിമാൻഡ്സ് ആർ മെയ്ഡ് ഓൺ ദം ദേ ഫെയിൽ. അപ്പോൾ അവരെങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു സ്കില്ല് ഈ ഒരു ഏജിൽ പഠിക്കുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ മേലെ ഒരുപാട് ഡിമാൻഡ്സ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവർ ഫെയിൽ ചെയ്യുക തന്നെ ചെയ്യും. Students are anxious as they are worried about whether they would be able to live up to the expectations of their peers, parents and teachers. അപ്പം പൊതുവേ കുട്ടികളുടെ മേലെ നമ്മൾ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും സൊസൈറ്റി ആയാലും അല്ലെങ്കിൽ സെയിം ഏജ് ഗ്രൂപ്പ് ആൾക്കാരായാലും തന്നെ കുട്ടികളുടെ മേലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കും. അവരിങ്ങനെ ആയിരിക്കണം, അവരങ്ങനെ ആയിരിക്കണം, അവർ സൊസൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കണം, അവർക്ക് ഇന്ന ആൾക്കാരോട് ഇങ്ങനെ രീതിയിൽ പെരുമാറണം. അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊക്കെ വലിയൊരു ബാധ്യതയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഓപ്റ്റിമൽ ആൻസൈറ്റി മോട്ടിവേറ്റ്
motivates and keeps them ahead, while over anxiety is disabling. അപ്പം ഓപ്റ്റിമൽ ആൻസൈറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ലെവൽ ഇങ്ങനെ കുറച്ചിട്ടുള്ള. അപ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ച് സ്ട്രെസ്സ് മാത്രം കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻസൊക്കെ കുറച്ചാക്കുകയാണെങ്കിൽ അവരത് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ നേരെ മറിച്ച് ഓവറായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിക്കുകയാണെങ്കിൽ അവരെ എല്ലാത്തിനും അശക്തനാക്കുകയാണ് ചെയ്യുക. മീൻസ് എല്ലാന്നും ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അവർ ഇപ്പോൾ ഒരാളെ തലയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുകയും, നേരെ മറിച്ച് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കുറച്ച് പ്രതീക്ഷകളും വെക്കുകയാണെങ്കിൽ ആ കുട്ടി നമ്മൾ പ്രതീക്ഷിച്ചത് അത് അങ്ങനെ ആ എക്സ്പെക്റ്റേഷൻ ലെവൽ എത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ആൻസൈറ്റി ഈസ് കണ്ടേജിയസ് and passes on to other students, teachers and parents. ആൻസൈറ്റി എന്താണ്? ഉത്കണ്ഠ. അപ്പം ഉത്കണ്ഠ ഇസ് കണ്ടേജിയസ് എന്ന് പറയുന്നത് പകരുന്നത്. ആൻഡ് പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്. അപ്പോൾ ഈ ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി കുട്ടികളിലേക്കും പേരൻസിലേക്കും ടീച്ചേഴ്സിലേക്കും ഒക്കെ ഇങ്ങനെ പകരുന്നതാണ്. ലൈക്ക് അത് ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത വ്യക്തിക്കും അത് കാണാം. മീൻസ് ഇങ്ങനെ വേറൊരാൾ ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ മറ്റൊരാൾക്കും ടെൻഷൻ വരാൻ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. Adolescents, when stressed out, tend to perceive everything as an emergency. Some of the reasons for increase in stress level are identity crisis, the need to make career-oriented decisions, teachers, parents' attitude and peer pressure. അപ്പോൾ നമ്മൾ നേരത്തെ അഡോളസൻസിൻ്റെ കാര്യം പറയുണ്ടായി. അവർ ചെറുതുമല്ല വലുതും അല്ലാത്തൊരവസ്ഥ. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി, അവർ വലുതാണോ ചെറുതാണോ എന്ന് അവർ സൊസൈറ്റി ഒന്നും അംഗീകരിക്കാത്തൊരവസ്ഥ ഉള്ളതാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ അഡോളസൻസാണ് കൂടുതലും സ്ട്രെസ്ഫുള്ളായിട്ട് കാണുന്നത്. അപ്പം ടെൻ ടു പെർസീവ് സം ഓഫ് ദ റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവലാണ്. അപ്പോൾ ഈ അഡോളസൻസിൻ്റെ സ്ട്രെസ് ലെവൽ കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്നുള്ളത് ഒന്ന് ഐഡൻറ്റിറ്റി ക്രൈസിസ്, പിന്നെ അത് നേരത്തെ പറഞ്ഞു. ആൻഡ് നീഡ് ടു മേക്ക് കരിയർ ഓറിയൻറ്റഡ് ഡിസിഷൻ, അതായത് ഏത് കോഴ്സ് എടുക്കണം, എന്ത് ചെയ്യണം, എന്താണ് ഭാവിയിലാവേണ്ടത്, ഇങ്ങനത്തെ ഒരുപാട് പ്രഷർ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നൊരു പ്രശ്നമാണ്. പിന്നെ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആറ്റിറ്റ്യൂഡ്, ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ ആ ഒരു പ്രായക്കാരോടുണ്ടാവുന്ന ആ ഒരു പെരുമാറ്റം. അതുപോലെ പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രഷർ. പിന്നെ ദ ഇന്നബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേരൻസ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. അപ്പം അഡോളസൻസുകാർ ഈ പേരൻസിനോടൊന്നും ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അത് പേരൻസിനും അങ്ങനെ അവർ പറയുന്ന കാര്യം ഉൾക്കൊള്ളാനും പറ്റില്ല. അതുപോലെ തന്നെ പേരൻസിനോട് അവർക്ക് പറയാനും പറ്റാത്തൊരു ആ ഒരു ക്രൈസിസ് ഉണ്ട്. അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിന് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഒന്ന് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. പിന്നെ ഒപ്പം പഠിക്കുന്ന ആൾക്കാർ ആ ഒരു പ്രഷർ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഉള്ള വേറൊരു പ്രശ്നമാണ് ഏത്, ഈ പേരൻസിനോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. ദ ബ്രെയിൻ നീഡ്സ് എ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. അപ്പോൾ ഇപ്പോൾ പറയുന്ന ഈ ഇനിയുള്ള പാരഗ്രാഫ് നമ്മളെ ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. അപ്പം ഗുഡ് മെമ്മറി ഉണ്ടാവണേൽ ഗുഡ് ബ്രെയിൻ ആയിരിക്കണം. ദ ബ്രെയിൻ നീഡ്സ് എ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. അപ്പോൾ ഗുഡ് മെമ്മറി അല്ലെങ്കിൽ ഗുഡ് ബ്രെയിൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ബ്രെയിനിന് പ്രോപ്പർ ഓക്സിജനും ഗ്ലൂക്കോസും കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ ഒക്കെ കിട്ടണം. സോ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിങ്. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ക്ലാസ് റൂം ആയാലും വീട്ടിൽ നിന്ന് പഠിക്കുന്ന സ്ഥലമായാലും നല്ല എയറൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ, സ്റ്റഡി റൂമൊക്കെ കുട്ടികൾക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല എയറൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആക്കാൻ ശ്രമിക്കണം. കാരണം എന്താണ്, നല്ല ഓക്സിജനും അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് നല്ലൊരു ബ്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ബ്രെയിനാണ് മാത്രമേ പ്രോപ്പറായിട്ട് പഠിക്കാനും പറ്റുള്ളൂ. ദെൻ യുവർ ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് മിൽക്ക്, ചീസ്, വാൾനട്ട്സ്, വീറ്റ് ജേം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി ആൻഡ് ഡേറ്റ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, നല്ല വെന്റിലേറ്റഡ് റൂം മാത്രമല്ല, നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും കുറച്ച് കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ? മിൽക്ക്, ചീസ്, വാൾനട്ട്സ്, വീറ്റ് ജേം,
ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി, ഡേറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ബ്രെയിൻ നല്ല ഹെൽത്തി ആവുള്ളൂ. ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. അപ്പം എന്നും പറയുന്നത് രാജാവിനെ പോലെ രാവിലെ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. ആൻഡ് ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. അപ്പം ഒരു ഏകാഗ്രത, ഈ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകാഗ്രത ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതായത് നല്ല കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് മെമ്മറി. ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേൺഡ് ഇസ് ഹെൽപ്ഫുൾ. മനസ്സിലാക്കി പഠിക്കുന്നത്, അതായത് ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേൺഡ് ഇസ് ഹെൽപ്ഫുൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ഒരു ബൈ ഹാർട്ടിങ് വേലൊന്നും ആവാൻ പാടില്ല. പകരം എന്തായിരിക്കണം, മനസ്സിലാക്കി പഠിക്കുക. ആ മനസ്സിലാക്കിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് താനെ മറന്നു പോകും. പക്ഷേ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ലോജിക്കലി ഇങ്ങനെ ബന്ധം ഉണ്ടാക്കിയിട്ട്, ഇപ്പം നമ്മളൊരു 2 ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ആ 2 ടോപ്പിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആ ബന്ധമൊക്കെ ലോജിക് റിലേഷൻഷിപ്പ്, അത് ഒരു യുക്തിപരമായിട്ട് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ അത് നമ്മളെ മനസ്സിലിങ്ങനെ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് എ കണ്ടന്റ് ഓഫ് ദ സബ്ജക്റ്റ് ബട്ട് ഓൾസോ ദ പ്രോസസ് ഓഫ് ആൻസറിങ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് കണ്ടന്റ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളിപ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യം പറയാനും പറ്റിയിരിക്കണം. ആൻസൈറ്റി ആൻഡ് ഫിയർ ഹാമ്പർ റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ എ മെൻ്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. അപ്പം ഈ ഉത്കണ്ഠ, ഇങ്ങനെ ആൻസൈറ്റിയും ഫിയർ എന്ന് വെച്ചാൽ ഭയം, അതൊക്കെ ഈ നമ്മളിങ്ങനെ പരീക്ഷാ സമയത്ത് ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു ആൻസൈറ്റിയൊക്കെ എന്താണ് നമ്മളിങ്ങനെ ഹാമ്പർ എന്ന് വെച്ചാൽ തടയുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ എക്സാം ടൈം നമ്മളിങ്ങനെ ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുവാണെങ്കിൽ അത് ഈ റീകോൾ ചെയ്യുന്നതൊക്കെ തടയും. നമുക്കിങ്ങനെ ഉത്തരം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് എഴുതാൻ പറ്റുന്നതൊക്കെ ഈ ടെൻഷൻ കാരണം തടയും. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ്. അപ്പം TV ഇങ്ങനെ ഒരുപാട് സമയം കാണുമ്പോൾ അത് നമ്മളെ അക്കാഡമിക് പെർഫോമൻസിന്, നമ്മളെ ഈ പഠനത്തിന് കുറക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റീൽസ് എവേ ദ റീഡിങ് ടൈം. അപ്പം നമ്മൾ വായിച്ച് പഠിക്കേണ്ട ടൈം TV കണ്ട് കളയാണെന്ന് പറയുന്നത്. ദെൻ ടൈം മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മൾ സെൽഫ് ഡിസിപ്ലിനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. ഫിൽഡ് ടൈം ഈസ് എ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ്, അറ്റൻഡിങ് സ്കൂൾ. അപ്പം ടൈമിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഫിൽഡ് ടൈമും അൺഫിൽഡ് ടൈമും. അപ്പോൾ ഫിൽഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നതും കുളിക്കുന്നതും ഉറങ്ങുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും അങ്ങനത്തെ ആ ഒരു ടൈം. ആൻഡ് അൺഫിൽഡ് ടൈം എന്ന് പറയുന്നത് ബാക്കിയുള്ള ടൈം, അതായത് നമ്മൾ ഈ ഇങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരെ അതിൽ പെട്ടു, അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള ടൈമാണ് അൺഫിൽഡ് ടൈം. അപ്പോൾ എ സ്റ്റുഡൻറ്റ് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ ഒരു സ്റ്റുഡൻറ്റിന് അൺഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ അൺഫിൽഡ് ടൈം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ആ ഫിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, നല്ല ഹൗ ബെസ്റ്റ് ഈസ് സ്റ്റുഡൻറ്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. അപ്പോൾ ഒരു കുട്ടി എങ്ങനെ അത് ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രാധാന്യമായിട്ടുള്ള കാര്യം. മേക്ക് എ ടൈം ടേബിൾ ഫോർ 10 hours. അപ്പം എന്താണ് ഈ അൺഫിൽഡ് ആയിട്ടുള്ള ഈ 10 മണിക്കൂർ എങ്ങനെ യൂസ്ഫുൾ ചെയ്യാം എന്നുള്ളതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും ചെയ്യേണ്ടത്. 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈസ് നെസസറി ഫോർ ഓപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്. അപ്പം 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈസ് നെസസറി. അപ്പം എന്താണ് ഒരു വ്യക്തിക്ക്
7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് ബ്രെയിനിൻ്റെ ഫിസിക്കൽ ഫങ്ഷനിങ്ങിനും റെസ്റ്റിനൊക്കെ ആയിട്ട്. എ പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് പോസിറ്റീവ് റിസൾട്ട്. ഓൾവേസ് ഫീൽ പോസിറ്റീവ്, ദിസ് വിൽ ഹെൽപ്പ് ടു ലെസൺ സ്ട്രെസ്. അപ്പോൾ ഒരു പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് പോസിറ്റീവ് റിസൾട്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് തോട്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തരുകയും ചെയ്യും. ഓൾവേസ് ഫീൽ പോസിറ്റീവ്. അപ്പോൾ എപ്പം നല്ലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ. ദിസ് വിൽ ഹെൽപ്പ് ടു ലെസൺ സ്ട്രെസ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് കുറക്കുകയും ചെയ്യും. ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് എ സിംറ്റം ഓഫ് ആൻസൈറ്റി ഓർ ഡിപ്രഷൻ, സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ആരായാലും തന്നെ ഇപ്പോൾ ഒരു കുട്ടിയിൽ ഒരു നോർമലി എല്ലാവരും കാണുന്നതിൽ കൂടുതലായിട്ട് ആൻസൈറ്റിയും സ്ട്രെസ്സും അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ അടിക്കുന്ന കണ്ടാൽ അത് വീട്ടിൽ നിന്ന് തന്നെ ഉപദേശിച്ച് ഇതാക്കുന്നതിന് പകരം ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.